പ്രിയരെ നമസ്കാരം. കൂട്ടുകാരെക്കുറിച്ചും സൗഹൃദങ്ങളെക്കുറിച്ചും കുറച്ച് ചിന്താശാലകൾ പങ്കുവയ്ക്കുകയാണ് ഇവിടെ. സൗഹൃദങ്ങളും കൂട്ടുത്തരവാദിത്വങ്ങളും ഒക്കെ പല തരത്തിലുണ്ട്, പല തലങ്ങളിലുണ്ട്. കുടുംബതലം മുതൽ സൗഹൃദത്തിൻ്റെ വിവിധ ഘട്ടങ്ങളുണ്ട്. കാമുകന്മാർ വരെയുള്ള സൗഹൃദ തലങ്ങളുണ്ട്. അതിനെല്ലാം ഇന്ന് എത്രത്തോളം സത്യസന്ധതയുണ്ട് ഈ വർത്തമാനകാലത്ത്? ഏതെല്ലാം തരത്തിലുള്ള കൂട്ടുകാരാണ് നമുക്കിടയിൽ ഉള്ളത്? വിവിധ തരത്തിലുള്ള കൂട്ടുകാരുണ്ടോ? അതെല്ലാം ഒന്ന് എൻ്റെ ചിന്തയിൽ പരിശോധിക്കുകയാണ് ഞാനിവിടെ. ആദ്യത്തെ കൂട്ടുകാരെ സംബന്ധിച്ച് പറഞ്ഞു, രണ്ട് കൂട്ടുകാരാണ് പരസ്പരം സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, സത്യസന്ധതയോടെ, സുതാര്യമായി, നിഷ്പക്ഷമായി, നിസ്വാർത്ഥമായി ഇടപെടുന്ന സത്യസന്ധരായ കൂട്ടുകാർ. ഒരാൾ മറ്റൊരാൾക്ക് തുണയായി, ഒരാൾ മറ്റൊരാൾക്ക് ആശ്രിതനായി, ഒരാൾക്ക് വരുന്ന അപകടത്തെ സ്വന്തം അപകടം പോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതിനെയും എന്തിനേയും കൂട്ടുകാരന് വേണ്ടി പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ, ഒപ്പം നിൽക്കാൻ തയ്യാറായ കൂട്ടുകാർ. പണ്ടത്തെ കാലത്തൊക്കെ ഇത്തരത്തിലുള്ള കൂട്ടുകാർ ഉണ്ടായിരുന്നു. കൂട്ടുകാരന് വേണ്ടി മരിക്കാൻ തയ്യാറാകുമെന്ന് പറയുന്നത് കേട്ടാറ്. ഇന്നൊക്കെ അത് കേൾക്കുന്നത് വളരെ വിരളമാണ്. അത്തരം കൂട്ടുകാർ ഇന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക. അടുത്ത ഒരു കൂട്ടുകാരുടെ സ്വഭാവം, ഒരാൾ മറ്റേ കൂട്ടുകാരനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും അയാളുടെ സ്വന്തം കാര്യങ്ങൾ. അപരൻ കേട്ടുകൊണ്ടേയിരിക്കും. തിരിച്ച് ഒന്നും അയാൾക്ക് കേൾക്കേണ്ടതില്ല. അതാണ് അതൊരു പ്രത്യേകത. തിരിച്ചൊന്നും കേൾക്കേണ്ടതില്ല. ഇയാൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും, അയാൾ കേട്ടുകൊണ്ടേയിരിക്കും. തിരിച്ചൊന്നും തനിക്ക് കേൾക്കേണ്ടതില്ല. ഇനി വേറൊരു മൂന്നാമത്തെ കൂട്ടുകാരൊക്കെ, ഒരാൾ അപരനോട് എല്ലാ കാര്യവും ചോദിച്ചറിയും, എന്നാലോ സ്വന്തം കാര്യം ഒട്ടും ലവലേശം പോലും വെളിപ്പെടുത്തുകയുമില്ല. എല്ലാ കാര്യവും ചോദിച്ചറിയും, മാക്സിമം ചോദിച്ചറിയും. തൻ്റെ കാര്യം എന്തെങ്കിലും ഒരു നുള്ളു പോലും പറയുമോ? ഇല്ല, അതുമില്ല. ഇനി വേറൊരു തരം കൂട്ടുകാർ കാര്യങ്ങളൊന്നും തുറന്നു പറയില്ല. രണ്ട് കൂട്ടുകാരാണെന്ന് മാത്രം. കണ്ടാലൊക്കെ രണ്ട് കൂട്ടുകാർ എപ്പോഴും അവർ തമ്മിലുണ്ടാവും. പക്ഷെ വ്യക്തിപരമായ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ കുടുംബപരമായ വൈഷമ്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴല്ലേ മനസ്സിന് ആശ്വാസം. ഒന്നും പറയില്ല, പരസ്പരം ഒന്നും പറയില്ല. പോകാം പോകാം, വരാം വരാം, ഇത്തരത്തിലുള്ള കൂട്ടുകാരുണ്ട്. ഇനി വേറൊരു തരം കൂട്ടുകാരൻ പറഞ്ഞാൽ, ഒരാൾ തൻ്റെ കൂട്ടുകാരിൽ നിന്ന് മാക്സിമം കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുത്തി ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ടോ ഇതെല്ലാം ഒരു മൂന്നാമതൊരാളോട് പറഞ്ഞ് തിരിച്ചാലേ ഇയാൾക്ക് ഉറക്കം പറ്റും. അത്തരത്തിലുണ്ട് കേട്ടോ, നീച്ചത്തരമാണ് ശരിക്കും. എല്ലാ കാര്യങ്ങളും സ്വന്തം കൂട്ടുകാരിൽ നിന്നും കളക്ട് ചെയ്തതിന് ശേഷം മൂന്നാമതൊരാൾക്ക് പകർന്നു കൊടുക്കുന്ന കൂട്ടുകാർ എന്ത് കൂട്ടുകാരാണ്? അത്തരത്തിലുള്ള കൂട്ടുകാരുണ്ട്. ഇനി രണ്ട് കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുക, മൂന്നാമതൊരാളെ പറ്റിയാണ് സംസാരിക്കുന്നത്. മിക്കവാറും പരദൂഷണമായിരിക്കുമല്ലോ. അത്തരം പരദൂഷണങ്ങളെല്ലാം പറയും. മാക്സിമം രണ്ടുപേരും ഒന്നും പറയും. വീറും വാശിയോടെ ഞാൻ അതറിഞ്ഞിട്ടുണ്ട്, ഇതറിഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് അവൻ, ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയും. അതിനുശേഷം ഇതിലെ ഈ രണ്ടുപേരിലെ നീചമായ മനസ്സുള്ള ഒരു കൂട്ടുകാരനുണ്ടല്ലോ, അവൻ ഈ മൂന്നാമത്തെ ആളോട് ഇതെല്ലാം പൊടുപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കൊടുക്കും. എന്നിട്ടോ ഇതെങ്ങനെ അറിഞ്ഞു ചോദിച്ചാൽ, ദൈവമേ നീ എന്നെയാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചു. കഴിഞ്ഞില്ലേ? കുറ്റമാർക്കായി ആദ്യത്തെ കൂട്ടുകാരൻ. സത്യസന്ധമായി സ്വന്തം കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ കൂട്ടുകാരൻ അവിടെ കുറ്റവാളിയായി മാറി. നീചമായ പ്രവൃത്തി ചെയ്തവൻ മാറ്റി. ഇനി രണ്ട് കൂട്ടുകാരൻ പരസ്പരം എല്ലാം അറിയുന്നവരായി. എന്ന് വെച്ചാൽ ഏറ്റവും സ്വട്ട് കാര്യങ്ങൾ എല്ലാം അറിയും. എല്ലാം അയാളുടെ നടപ്പ്, ഇരിപ്പ്, കിടപ്പ്, ഭാവം, ഭാര്യയുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള ബന്ധം, അങ്ങനെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നന്മകൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയും.
ഇനി ഒന്നും അറിയാൻ ബാക്കിയില്ല എന്നിരിക്കെ തന്നെ മൂന്നാമതൊരാളോ നാലാമതൊരാളോ വന്ന് ഈ കൂട്ടുകാരനെ കുറിച്ച് അടുത്ത കൂട്ടുകാരനോട് പരദൂഷണം പറയാണ്ടിരിക്കുക, എന്തെങ്കിലും ഇല്ലായ്മ പറയുക. നീചത്തിലുള്ള കൂട്ടുകാരൻ എന്ത് ചെയ്യുന്ന പറയും, ഇതെല്ലാം കേൾക്കും, ചിരിച്ചുകൊണ്ടേ നിൽക്കും. ശരിക്കും A to Z അറിയുന്ന കൂട്ടുകാരൻ എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായിട്ട് പറയണം, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല കേട്ടോ, അയാൾ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരൻ, അയാൾ അങ്ങനെയാണല്ലോ, ഡീസൻ്റാണല്ലോ, എന്നോട് ഇത്രയും കാലത്ത് അനുഭവത്തിൽ അങ്ങനെയാണ്, എന്തിനാണ് നിങ്ങളിങ്ങനെ ഇല്ലായ്മ പറയുന്നത്? ഒരൊറ്റ തവണ മുടക്കിയാൽ ആ പരദൂഷണം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപരൻ, മൂന്നാമത്തെ ആൾ. പക്ഷേ അപരനായ മൂന്നാമത്തെ ആളായ അപരനോട് എന്തെങ്കിലും മുടക്കം പറഞ്ഞാൽ അയാളുടെ വിദ്വേഷത്തിന് പാത്രമാകുന്നുള്ളതിൻ്റെ പേരിൽ ഉറ്റ കൂട്ടുകാരനെ കുറിച്ച് ഇല്ലായ്മ പറയുമ്പോൾ പോലും മൗനം പാലിക്കുകയും ചിരിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്ന കൂട്ടുകാരും ഉണ്ടിവിടെ എന്നാണ് എനിക്ക് പറയാൻ. അത്രയും നീചമായിട്ടുള്ള ദുഷ്ടമായിട്ടുള്ള മനസ്സ് ഉണ്ടാവും, ഒപ്പം ചിരിച്ചു കൊടുക്കും. അതുപോലെ തന്നെ രണ്ട് കൂട്ടുകാർ വളരെ സൗഹൃദത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യും, എല്ലാം തുറന്ന സംസാരമായിരിക്കും. അതിൽ ഒരാളെത്തി നേരത്തെ പോയി കഴിഞ്ഞാൽ മൂന്നാമനായിട്ട് വരുന്ന ഒരാളോട് ആദ്യം കുറ്റം പറഞ്ഞു കൊടുക്കുന്നത് സ്വന്തം കൂടെ ഇത്ര നേരം ഇരുന്ന ആളെ കുറിച്ചായിരിക്കും. എന്തൊരു വൈകൃതമാണല്ലേ! ഒരുമിച്ചിരുന്ന് മണിക്കൂറുകളോളം ഇരുന്ന് കഥ പറഞ്ഞും സ്വറ പറഞ്ഞും സത്യം പറഞ്ഞും നുണ പറഞ്ഞും വരുന്ന ആളുടെ കുറിച്ച് മൂന്നാമത്തെ നാലാമത്തെ അപരൻ വന്ന് കയറുമ്പോൾ ഇയാൾ പോയ സമയത്ത് അയാളെ കുറിച്ച് കുറ്റം പറഞ്ഞു കൊടുക്കുന്ന എന്തൊരു വൈകൃത മനസ്സായിരിക്കും. ആലോചിച്ച് നോക്കുമ്പോൾ ശരി വല്ലാത്തൊരു മനസ്സാണ്. ഇനി വേറൊരുത്തരെ കൂട്ടുകാരൻ കാര്യസാധ്യതയ്ക്ക് മാത്രമായിട്ട് സുഹൃത്തുക്കൾ, എന്തെങ്കിലും കാര്യമുണ്ടോ ഉടനെ വിളിക്കുക, അത് കഴിഞ്ഞാൽ മറക്കുക, അങ്ങനെയുണ്ടോ? അതുപോലെ തന്നെ ഇന്ന കാര്യത്തിന് മുമ്പ് ഇന്നയാളെ കൂട്ടിക്കൊണ്ടുപോയാൽ ശരിയാവും, ഇന്ന കാര്യത്തിന് മുമ്പ് ഇന്നയാളെ കൂട്ടിക്കൊണ്ടുപോയാൽ ശരിയാവും. പക്ഷെ ആ കൂട്ടിക്കൊണ്ടു പോയതിന് ശേഷമുള്ള നന്ദി പോലും ഉണ്ടാവില്ല ആ കൂട്ടുകാരൻ. അത്തരത്തിലും ഉണ്ടാവും കൂട്ടുകാരൻ. ആലോചിച്ചു, സ്വന്തം കാര്യത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു തരം കൂട്ടുകാരൻ. ഇനി അവസാനമായിട്ട് പറയുന്നത്, കൂട്ടുകാരൻ എന്ന അർത്ഥത്തിലേക്ക് എത്തിയെങ്കിലും നല്ലവണ്ണം പരിചയമുള്ള ഒരാൾ, നല്ലവണ്ണം പരിചയമുള്ള ഒരാൾ അയാൾ നടന്നു വരുമ്പോൾ കുറച്ചിപ്പുറത്ത് ഈ നടന്നു വരുന്ന കാണുന്ന ഭാഗത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കൂട്ടുകാർ, അതിൻ്റെ ഇടയിൽ നിന്ന് ഒരുത്തം പറയുകയാണ്, ഇതാ വരുന്നിട്ടുണ്ടാവും, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയും, ഇങ്ങനെ പറയും, ആന പറയും, ചേന പറയും. എന്നാൽ ഈ പറഞ്ഞ ആൾക്ക് അയാളായിട്ട് യാതൊരു സൗഹൃദം ഉണ്ടാവില്ല, അയാളെക്കുറിച്ച് ഒന്നും കൂടുതലായിട്ട് അറിയില്ല, അയാളുടെ കഴിവുകൾ എന്താണെന്ന് അറിയില്ല, ഒക്കെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ, അയാളുടെ പെരുമാറ്റത്തെക്കുറിച്ച് അറിയില്ല. വെറുതെ കാണുമ്പോൾ ചിരിച്ചിട്ട് കൈ കാണിച്ച് പോകണ മാത്രം സൗഹൃദമുള്ളൂ. ആ ആളാണ് ഈ വരുന്ന ആളെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞ്, കൂട്ടത്തിലിരുന്ന് കുറ്റം പറഞ്ഞ് പരിഹസിച്ച് പുച്ഛിച്ച് ചിരിക്കും. വൃത്തികെട്ട നീചമായിട്ടുള്ള ദുഷ്ടമായിട്ടുള്ള മനസ്സാണ് അത് എന്ന് പറയാതിരിക്കുന്നത്. ഞാൻ നിർത്തട്ടെ സുഹൃത്തുക്കളെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഞാൻ ഈ പറഞ്ഞ സൗഹൃദ കൂട്ടായ്മയിലെ ഏത് തരത്തിലുള്ള കൂട്ടുകാരാണെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നീചവും നികൃഷ്ടവുമായ സ്വഭാവ സവിശേഷതയാണെന്ന് തിരിച്ചറിയുന്നവർ ഒരു ആത്മപരിശോധനയിലൂടെ സ്വന്തം കൂട്ടുകാരനെ ഒറ്റിക്കൊടുക്കാത്ത, നീചത്തരം കാണിക്കാത്ത, നല്ല സൗഹൃദത്തോടെ നിഷ്പക്ഷതയോടെ നിസ്വാർത്ഥമായി സ്നേഹം പങ്കുവച്ച് സൗഹൃദഭാവത്തോടെ ഒരാൾ മറ്റൊരാൾക്ക് തുണയായി മാറാനുള്ള മനസ്സിലേക്ക്, ഏറ്റവും വലിയ ഉദാത്തമായ മനസ്സിലേക്ക് മാറാൻ നിങ്ങൾ ശ്രമിക്കുക. നേരെ മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ, ഇപ്പം പറഞ്ഞ ഏറ്റവും നല്ല കൂട്ടുകാർ, ഉത്തമ സുഹൃത്തുക്കളാണെങ്കിൽ മാറ്റം ആവശ്യമില്ല. അതല്ല എങ്കിൽ എവിടെയാണ് നിങ്ങളുടെ വൈകല്യം, സൗഹൃദഭാവങ്ങളിലുള്ള വൈകല്യം എന്നത് പരിശോധിച്ച് നല്ല കൂട്ടുകാരായിട്ട് മാറാൻ ശ്രദ്ധിക്കുമല്ലോ. പ്രിയപ്പെട്ടവരെ, നിർത്തുന്നു. നന്ദി, നമസ്കാരം.